നമസ്കാരം. തെരഞ്ഞെടുപ്പ് വിധി വന്നിട്ട് ഒരാഴ്ചയാവാൻ പോകുന്നു. കോൺഗ്രസ്സിന് വൻ ഭൂരിപക്ഷം കൊടുത്ത ജനങ്ങളെ ഇപ്പോൾ കോൺഗ്രസ് തോൽപ്പിക്കുകയാണ്. ഒരാഴ്ചയായിട്ടും ഇതുവരെ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പറ്റാത്ത പാർട്ടി എന്തൊരു വിരോധാഭാസമാണ്. കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കെ.സി. വേണുഗോപാൽ ഒടുവിൽ മുഖ്യമന്ത്രിയാകുമോ? തലമുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവുമോ? അതൊന്നുമല്ല, പിണറായിക്കെതിരെ പട നയിച്ച വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുമോ? ഇങ്ങനെ ഈ മൂന്ന് പേരുകൾ അങ്ങനെ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 UDFും കോൺഗ്രസും അതിഭയങ്കരമായി തോറ്റമ്പി പൊട്ടിപ്പൊളിഞ്ഞപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ഉയർന്നു വന്ന ആളാണ് വി ഡി സതീശൻ. തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നിലൊഴിച്ച് എല്ലാത്തിലും വി ഡി സതീശന് വിജയം കാണാൻ കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വി ഡി സതീശന് നേതൃത്വം നൽകാൻ കഴിഞ്ഞു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഒരു ഉഗ്രൻ വിജയം UDFന് നേടിക്കൊടുക്കാൻ വി ഡി സതീശൻ മുന്നിൽ നിന്ന് നയിച്ച ആളാണ്. അങ്ങനെയുള്ള വി ഡി സതീശൻ ഇപ്പോൾ ഉള്ള ഈ നേട്ടത്തിൻ്റെ, ഈ വിജയത്തിൻ്റെ അവകാശിയായി, നേരവകാശിയായി വന്നാൽ ആ നേതൃത്വം നൽകിയ ആൾ മുഖ്യമന്ത്രി ആവേണ്ടതല്ലേ? തികച്ചും ന്യായമായ ചോദ്യമാണ്. പട നയിച്ചവൻ വി ഡി സതീശൻ തന്നെയാണ്. കൃത്യമായ നിലപാടുകളുടെ ബലത്തിൽ സാമുദായിക ശക്തികളോടാവട്ടെ, രാഷ്ട്രീയ സമ്മർദ്ദ ശക്തികളോടാവട്ടെ, തൻ്റെ കാർക്കശ്യമുള്ള നിലപാടുകളിൽ ഉറച്ചു നിന്നിട്ടുള്ള ആളാണ് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ. അതക്കാലത്ത് അദ്ദേഹം തെളിയിച്ചിട്ടുമുണ്ട്. ഞങ്ങളെപ്പോലുള്ളവർ പിണറായി വിജയൻ്റെ ഭരണം തുടരണം, മൂന്നാമതും വരണം എന്ന് ആഗ്രഹിച്ചവരാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം വീണ്ടും വരണം എന്ന് ആഗ്രഹിച്ചവരാണ്. എങ്കിലും പറയട്ടെ, കോൺഗ്രസ് ജയിച്ച സ്ഥിതിക്ക് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി വരണം. അതിൽ ഒരു കൃത്യമായ തീരുമാനം വേണം. അത് കേരളത്തിൻ്റെ നന്മയ്ക്ക്, കാരണം ജയിച്ചവരാണല്ലോ ഭരിക്കാൻ പോകുന്നത്. ഇവിടെ അവർ ഭരിച്ച് കാണിക്കേണ്ടിയിരിക്കുന്നു. അത് കേരളത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ, പിണറായി വിജയൻ നടത്തിവെച്ച 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ തുടർന്നും നടത്താൻ യോഗ്യനായ ഒരാൾ, അതിന് നേതൃത്വം കൊടുക്കാൻ പറ്റിയ ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് വരണ്ടേ? അങ്ങനെയാണെങ്കിൽ അത് വി ഡി സതീശൻ തന്നെയാണ് വരേണ്ടത്. എനിക്ക് പറയാനുള്ളത്, വി ഡി സതീശനെ വിളിക്കൂ, കേരളത്തെ രക്ഷിക്കൂ എന്നാണ്. അടിയന്തരാവസ്ഥയിൽ ഉയർന്നു കേട്ട ഒരു മുദ്രാവാക്യമുണ്ട്, ഇന്ദിരയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്ന്. അത് തന്നെയാണ് കോൺഗ്രസ്സുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി വി ഡി സതീശനുമായി പലതവണ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും ലാളിത്യമാർന്ന ഒരു വ്യക്തിത്വം, പെരുമാറ്റത്തിലൂടെ നമ്മളെയൊക്കെ ആകർഷിക്കുന്ന ഒരാൾ. രാഷ്ട്രീയമായ എതിരഭിപ്രായങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, വി ഡി സതീശനെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. പറവൂരിൽ നിന്ന് 1/4 നൂറ്റാണ്ടായി നിയമസഭാംഗമാണ് വി ഡി സതീശൻ. എന്നെ സംബന്ധിച്ച് ഞാൻ പച്ച എന്ന പേരിലൊരു ഡോക്യുമെൻ്ററി ചെയ്തു. അത് ഏതാണ്ട് 50 മിനിറ്റോളം നീളുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ്. പച്ച എന്ന പേര് ഉദ്ദേശിക്കുന്നത് പോലെ അത് കഥകളിയിലെ പച്ച വേഷങ്ങൾ, പ്രധാനമായും കഥകളിയിലെ മോഹൻലാൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ആശാനെ കുറിച്ചായിരുന്നു. അത് കഥകളിയിലെ ഗുരുകാരണവസ്ഥാനീയരായ, ആചാര്യസ്ഥാനീയരായ കലാമണ്ഡലം രാമൻകുട്ടി ആശാനും കലാമണ്ഡലം ഗോപി ആശാനും അവരോടൊപ്പം മഹാനടനായ മോഹൻലാലും ഒക്കെ വന്നു പോകുന്നൊരു ഡോക്യുമെൻ്ററിയാണ്. അവരൊക്കെ സഹകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രകാശനം നിർവഹിച്ചത് സഖാവ് MA ബേബിയാണ്, ഇപ്പോഴത്തെ CPIMൻ്റെ സെക്രട്ടറി. അതിൽ മുഖ്യ പ്രഭാഷകനായി ഞങ്ങൾ വിളിച്ചത് MLA വി ഡി സതീശനെയാണ്. അദ്ദേഹം ചടങ്ങ് കഴിഞ്ഞ് പോകാൻ നിൽക്കാതെ ഈ ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം, 50 മിനിറ്റോളം നീളുന്ന ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം മുഴുവനായിരുന്നു കാണുകയും
കഥകളിയെക്കുറിച്ച്, ഈ ഡോക്യുമെൻ്ററിയെക്കുറിച്ച് എല്ലാം വളരെ വിശദമായി അതിൻ്റെ ഫ്രെയിം കോമ്പോസിഷനുകൾ വരെ അദ്ദേഹം പറയുകയാണ്. അങ്ങനെ ഒരു അനുഭവമുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ നരേഷൻ വോയിസ് ഓവർ ചെയ്തത് പ്രശസ്ത ചലച്ചിത്ര നടി ഊർമിള ഉണ്ണിയാണ്. എൻ്റെ പ്രിയ സ്നേഹിതയാണ്. ഏതാണ്ട് 3 പതിറ്റാണ്ടായുള്ള സൗഹൃദമാണ് ഊർമിളയുമായിട്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായി ആസ്വദിച്ച് അവരെയൊക്കെ പേരെടുത്ത് പറഞ്ഞ് അഭിനന്ദിച്ച് ഇതിൻ്റെ ഛായാഗ്രഹണം ഇതൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞുകൊണ്ടാണ് വി.ഡി. സതീശൻ അവിടെ നിന്ന് പോകുന്നത്. അത് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഇത് മുഴുവൻ ഇരുന്ന് കണ്ടിട്ട് അഭിപ്രായം പറയുകയാണ്. അത് വളരെ ഗഹനമായ അഭിപ്രായം. അങ്ങനെ മറ്റു പലപ്പോഴും അദ്ദേഹവുമായി ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് അദ്ദേഹത്തോട് വലിയ അടുപ്പം തോന്നിയിട്ടുണ്ട്. ഹൃദയത്തിൽ വന്ന് തൊടുന്ന ഒരു പെരുമാറ്റ രീതി അദ്ദേഹത്തിനുണ്ട്. 2015 KS ശബരിനാഥൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. ജി കാർത്തികേയൻ്റെ പുത്രൻ. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ്. എം വിജയകുമാറിന് 10,000-ൽ പരം വോട്ടുകൾക്ക് ശബരിനാഥൻ പരാജയപ്പെടുത്തി. അരുവിക്കരയിൽ വെച്ച് അക്കാലത്ത് SFIയിലൂടെ ഉയർന്നു വന്ന് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന് പിന്നീട് CPIM വിട്ടുപോയി കോൺഗ്രസിൽ ചേരുകയും കോൺഗ്രസിൽ നിന്ന് തിരിച്ച് ഇറങ്ങി വരികയും ചെയ്ത സിന്ധു ജോയിയും ഞാനും സുഹൃത്തുക്കളാണ്. ഞങ്ങൾ വി.ഡി. സതീശനെ കണ്ടുമുട്ടുകയാണ് അരുവിക്കരയിൽ വെച്ച്. ഞങ്ങൾ 3 പേരും കൂടി ഏറെ നേരം സംസാരിച്ചു, ചായ കുടിച്ചു. അപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞു, സിന്ധു ജോയി രാഷ്ട്രീയത്തിൽ വേണ്ട ഒരാളാണ്, എവിടെയെങ്കിലും വേണം. അപ്പോൾ സിന്ധു എവിടെയും ഇല്ലാതെ നിൽക്കുന്ന ആളാണ്. സിന്ധു ജോയിയെ അദ്ദേഹം UDFിലേക്ക് അല്ല കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വിളിക്കുകയല്ല ചെയ്തത്, അല്ലെങ്കിൽ CPMലേക്ക് പോകൂ എന്ന് പറയുകയല്ല ചെയ്തത്. അദ്ദേഹം ഉപദേശിക്കുകയാണ്, സിന്ധു ജോയി രാഷ്ട്രീയത്തിൽ വേണം, നിങ്ങളെപ്പോലുള്ളവർ രാഷ്ട്രീയത്തിൽ നിൽക്കേണ്ടവരാണ്. ഇത്ര കാലം ഒരു യൗവനകാലം മുതൽ അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം കാലം മുതൽ സജീവമായി പ്രവർത്തിക്കുകയും മർദ്ദനമേൽക്കുകയും പോലീസ് ലോക്കപ്പിലൊക്കെ കിടക്കുകയും ചെയ്ത ഒരാൾ രാഷ്ട്രീയത്തിൽ തുടരണം എന്ന് അദ്ദേഹം എൻ്റെ മുന്നിൽ വെച്ച് പറയുകയാണ്. കോൺഗ്രസ്സിലേക്ക് ക്ഷണിക്കുകയല്ല ചെയ്തത്. അപ്പോൾ അത്തരം ഒരു വ്യക്തിത്വമുള്ള ഒരാൾ. അങ്ങനെ പല ഘട്ടത്തിൽ അദ്ദേഹവുമായി ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അത് വെച്ച് പറയുകയാണ്, നമുക്കെന്ത് കാര്യം എന്ന് ചിലപ്പോൾ ചിലരെങ്കിലും ചോദിക്കും. നിങ്ങൾക്കെന്ത് കാര്യം, ഞങ്ങൾ ജയിച്ചില്ലേ, ഞങ്ങൾ തീരുമാനിച്ചോളാം. എങ്കിലും ഇവിടെ ഒരു ഭരണം, നല്ല ഭരണം ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ മുന്നിൽ, ജനങ്ങളുടെ മുന്നിൽ 10 വർഷം മുമ്പ് പിണറായി വിജയൻ കാണിച്ചു കൊടുത്ത ഒരു ഭരണമുണ്ട്, ഒരു ഭരണ നേട്ടങ്ങളുണ്ട്. അതുമായി കിടപിടിക്കത്തക്ക രീതിയിലുള്ള ഒരു ഭരണം ഇവിടെ കാഴ്ചവെക്കണം. അതിനുള്ള ശ്രമം ഉണ്ടാവട്ടെ. അപ്പം പട നയിച്ച വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വരണം എന്ന ആഗ്രഹം ഞാനിവിടെ പറയുകയാണ്. വി.ഡി. സതീശനെ വിളിക്കൂ, കോൺഗ്രസ്സുകാരെ നിങ്ങൾ വി.ഡി. സതീശനെ വിളിക്കൂ, കേരളത്തെ രക്ഷിക്കും.